ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭാ മാതാവ് ആഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ എത്രയും കൃത്യമായിട്ട് നേരുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭൂമികയിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സുവിശേഷങ്ങളിലോ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലോ ഇതര ലേഖനങ്ങളിലോ നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ രേഖകളും ലഭിക്കുന്നില്ല. നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നോക്കിക്കാണുന്നത് ആദിമസഭയുടെ ആത്മീയ ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം, ആദിമസഭ രൂപാന്തരീകരണം പ്രാപിച്ച് പിന്നീട് ക്രമാനുഗതമായിട്ട് വളർന്നു വരുമ്പോൾ സഭയിലൂടെ ശക്തിപ്പെടുന്ന ആരാധനക്രമം, അതുപോലെ തന്നെ അപ്രമാണിക ഗ്രന്ഥങ്ങൾ, ഇവയെല്ലാം സഭയുടെ ആത്മീയ സ്രോതസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കാണുന്നവയാണ്. ഇതിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കാവുന്നത് മറിയത്തിൻ്റെ ജീവിതാവസാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്രമാണിക രേഖകളാണ്, അല്ലെങ്കിൽ അപ്രമാണിക പാരമ്പര്യങ്ങളാണ്. അവയെ പൊതുവെ ട്രാൻസിത്തൂസ് മരിയെ എന്നാണ് പൊതുവായിട്ട്, അല്ലെങ്കിൽ മറിയത്തിൻ്റെ കടന്നുപോക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവ സാധാരണഗതിയിൽ 4ഉം 5ഉം നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ട പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ കൃതികളോ ആയിരിക്കാം. ഇവ ഔദ്യോഗികമായിട്ട് സഭയുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാനന്റെ ഭാഗമല്ല, മറിച്ച് ഇത് ആദിമസഭയിൽ എപ്രകാരമാണ് സഭ മറിയത്തെ നോക്കിക്കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. ഈ ഒരു പാരമ്പര്യത്തിൽ 2 പ്രധാനപ്പെട്ട പാരമ്പര്യങ്ങൾ മറിയത്തിൻ്റെ സ്വർഗാരോപണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് അത് ജെറൂസലേം പാരമ്പര്യം എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് എഫേസസ് പാരമ്പര്യമെന്ന്. ജെറൂസലേം പാരമ്പര്യം അനുസരിച്ച് മറിയം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ജെറൂസലേമിൽ താമസിച്ചുവെന്നും അവിടെ സ്ലീഹന്മാരോടൊത്ത് ഒരു ഭവനത്തിൽ പ്രാർത്ഥിച്ചുവെന്നും ഏറ്റവും അവസാനം ജെറൂസലേമിൽ വെച്ച് സ്ലീഹന്മാരുടെ സാക്ഷ്യത്തിൽ സ്വർഗാരോപിതയായെന്നും പറയപ്പെടുന്നു. എഫേസൂസ് പാരമ്പര്യം അനുസരിച്ച് മറിയം എഫേസൂസിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിലെ അവസാന നാളുകൾ ചെലവഴിച്ചതെന്നും അവിടെ വെച്ചാണ് സ്വർഗാരോപിതയായതും എന്നും പറയപ്പെടുന്നു. 2 പാരമ്പര്യങ്ങളിലും പൊതുവായിട്ട് മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ അവസാന നാളുകളെക്കുറിച്ച് പൊതുവായിട്ട് ഒരു സാക്ഷ്യം നമുക്ക് നൽകുന്നില്ല എങ്കിലും 2 പാരമ്പര്യങ്ങളും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം നടന്നത് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിരുന്ന സ്ലീഹന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ സാക്ഷ്യത്തിലാണ് എന്ന്. എന്നാൽ ഈ ഒരു പാരമ്പര്യത്തിലും തോമാസ് ലീഹായുടെ അഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തോമാസ് ലീഹ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നും കൂടെ ഈ പാരമ്പര്യങ്ങൾ സമർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തോമാസ് ലീഹ സ്ലീഹന്മാരുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കല്ലറ തുറന്നപ്പോൾ അതിൽ നിന്ന് സുഗന്ധങ്ങളും അതുപോലെ തന്നെ ഇതര പുഷ്പങ്ങളുടെ ഗന്ധമാണ് ലഭിക്കുകയുണ്ടായത് എന്നും തോമാസ് ലീഹായിക്ക് പരിശുദ്ധ കന്യകാമറിയ സ്വർഗത്തിൽ നിന്ന് തൻ്റെ നീല അങ്കി താഴോട്ടിട്ടു കൊടുത്തതായിട്ടും എന്നും പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഇവയുടെ പൊതുവായിട്ടുള്ള ഒരു ധാരണ എന്ന് വെച്ചാൽ സ്ലീഹന്മാരുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപണം ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു സത്യത്തിൽ, അതായത് സഭയുടെ തന്നെ പ്രധാന വക്താക്കളായിട്ടുള്ള സ്ലീഹന്മാരുടെ സാന്നിധ്യത്തിൽ സഭയെ ഇത്രമേൽ സ്നേഹിച്ച, സഭയുടെ തുടക്കകാലത്തിൽ സഭയെ ഇത്രമേൽ ശക്തിപ്പെടുത്തിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ സത്യം ദൈവം അനാവരണം ചെയ്തുവെന്ന് സഭ ശ്ലൈഹിക പാരമ്പര്യം മുതൽ, ശ്ലൈഹിക കാലഘട്ടം മുതൽ വിശ്വസിച്ച് വരുന്ന ഒരു വിശ്വാസ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാഗ്യസ്മരണാർഹനായ 12ാം പിയൂസ് മാർപ്പാപ്പ 1950 നവംബർ മാസം 1-ാം തീയതി ഇതൊരു വിശ്വാസ സത്യമായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെ പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതൊരു വിശ്വാസിയും ഏറ്റവും അവസാനം എത്തേണ്ട ഒരു ജീവിത അവസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം പ്രാപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഭയാകുന്ന തീർത്ഥാടക ജനവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഓരോ വിശ്വാസിയും ഏറ്റവും അവസാനം പരിശുദ്ധ കന്യകാമറിയം സ്വന്തമാക്കിയ സ്വർഗ സൗഭാഗ്യമാണ് സ്വന്തമാക്കേണ്ടത് എന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യങ്ങളിൽ പരിശുദ്ധ ജപമാലയിൽ പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ സ്വർഗത്തിൻ്റെ കവാടമെന്നാണ് ലുത്തിനിയായിൽ വിശേഷിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകന് ഒരു ദേവാലയ ദർശനം ഉണ്ടാകുന്നുണ്ട്. ആ ദേവാലയ ദർശനത്തിൽ ദേവാലയം വിട്ടുപോയ ദൈവത്തിൻ്റെ മഹത്വം, അതായത് കവോദ് അദോണായി തിരികെ വരുന്നത് ദേവാലയത്തിൻ്റെ കിഴക്കേ കവാടത്തിലൂടെയാണ്. തുടർന്ന്
എസെക്കിയേൽ പ്രവാചകന്റെ തന്നെ പുസ്തകത്തിൽ 44 അധ്യായം 2 വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നുണ്ട്: ഇസ്രായേലിന്റെ ദൈവത്തിന് സ്വീകരിക്കുവാൻ തക്ക വിധത്തിലുള്ള ശക്തിയുള്ള കവാടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്. സഭാപിതാവായിട്ടുള്ള മാർ അപ്രേം ദൈവത്തെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ദൈവിക മഹത്വം തിരികെ വരുന്ന ഈ കവാടത്തെ പരിശുദ്ധ കന്യകാമറിയത്തോടാണ് ഉപമിക്കുന്നത്. ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിലോട്ട് അവതരിക്കുവാൻ കാരണമായിട്ടുള്ള കവാടം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അതുപോലെ തന്നെ ഓരോ വിശ്വാസിയും സ്വർഗത്തിലോട്ട് എത്തിച്ചേരുന്ന ഏക കവാടമായിട്ടുള്ള മെസ്സിഹായെ രൂപപ്പെടുത്തിയതും പരിശുദ്ധ കന്യകാമറിയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗത്തിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടും നീതിപൂർവകമാണ്. കാരണം പരിശുദ്ധ കന്യകയിലൂടെയാണ് സഭാമക്കള് ദൈവരാജ്യത്തിലോട്ട് പ്രവേശിക്കുക എന്നുള്ള വലിയ സത്യവും കൂടെ സ്വർഗത്തിൻ്റെ കവാടമായ പരിശുദ്ധ കന്യകാമറിയമേ എന്നുള്ള നമ്മുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്നുള്ള മറിയത്തെക്കുറിച്ചുള്ള വിശേഷണം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദൈവകൃപ നിറഞ്ഞവളും നന്മ നിറഞ്ഞവളുമായിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 28 വാക്യത്തിൽ ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്തയുടെ സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ ഭൂമിയിലെ എല്ലാ നിമിഷവും ദൈവം കൂടെ ഉണ്ടായിരുന്ന മറിയത്തിന് ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷവും ദൈവം കൂടെയുണ്ടാകും എന്നുള്ള ബോധ്യമാണ്, എന്നുള്ള വിശ്വാസത്തിൻ്റെ ആഴമാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിനുള്ള ഏറ്റവും വലിയ നീതീകരണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ സ്നാപക യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 2 പുസ്തകം 6 അധ്യായത്തിൽ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുൻപിൽ മതിമറന്ന് നൃത്തം ചെയ്യുന്ന ദാവീദ് രാജാവിനോടാണ് സഭാപിതാക്കന്മാർ ഉദരത്തിൽ സ്നാപക യോഹന്നാൻ നടത്തിയ ഈ കുതിച്ചുചാട്ടത്തെ ഉപമിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമ ഇസ്രായേലിൻ്റെ കാനാൻ ദേശത്തേക്കുള്ള പുറപ്പാടിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ സ്വർഗമായിട്ടുള്ള ജെറുസലേം ദേവാലയത്തിൽ വാഗ്ദാന പേടകം പ്രതിഷ്ഠിക്കുന്നതിലൂടെയാണ്. ഇപ്രകാരം ഈ ഭൂമിയിൽ ദൈവഹിതം പ്രാവർത്തികമാക്കി സ്വർഗത്തിലെത്തിയ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെ ഈ ഒരു വാഗ്ദാന പേടകം ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനോടാണ് സഭാപിതാക്കന്മാർ ഉപമിക്കുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം സ്വർഗാരോപിതയാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇപ്രകാരം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ, ജീവിതത്തിലെ വിശ്വാസപരമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് സ്വർഗാരോപണം എന്നുകൂടി പരിശുദ്ധ കന്യകാമറിയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം പരിശോധിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ യാത്ര ഒന്ന് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ 5 പടികളെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയം എന്ന് പറയുന്നത് അത് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടക സഭയുടെ വലിയ പ്രതീകമാണ്. മംഗളവാർത്ത ശ്രമിച്ചപ്പോൾ മുതൽ മറിയം യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യൂദായിലെ മലമ്പ്രദേശത്തേക്ക് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് പോയ യാത്രയും, കണക്കെടുപ്പിനായിട്ട് ബത്ലഹേമിലേക്ക് പോയ യാത്രയും, ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും, യൂദായിലേക്ക് തിരികെ വന്നതും, തിരിച്ച് നസ്രത്തിലോട്ട് പോയതും, ആണ്ടിൽ 3 വട്ടം ജെറുസലേം ദേവാലയം സന്ദർശിക്കുന്നതും, ഏറ്റവും ഒടുവിൽ തൻ്റെ ദിവ്യപുത്രന്റെ കാൽവരി യാത്രയിൽ അവനെ അനുധാവനം ചെയ്യുന്നതുമെല്ലാം മറിയത്തിന്റെ ജീവിതത്തിലെ യാത്രകളായിരുന്നു. ദൈവഹിതം പ്രാവർത്തികമാക്കുവാനായിട്ട്, അത് അനസ്യൂതമായിട്ട് സംരക്ഷിക്കുവാനായിട്ട് ജീവിതത്തിൽ പ്രയത്നിക്കുന്നവർക്ക് മാത്രമേ സ്വർഗാരോപണം സാധ്യമാകൂ എന്ന് മറിയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് മറിയം നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ പുത്രൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. വിശുദ്ധ ഗ്രന്ഥവും ദൈവ തിരുവചനങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് സ്വർഗാരോപണമെന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹൃദയത്തിലും മനസ്സിലും അതുപോലെ തന്നെ ജീവിതത്തിലും ഒരുപോലെ ദൈവകുമാരനെ സ്വീകരിക്കുന്നവർക്കാണ് സ്വർഗാരോപണം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മറിയം രക്ഷകനായിട്ടുള്ള മിശിഹായെ ഉദരത്തിൽ സംവഹിച്ചു. ഇന്ന് നമുക്ക് അതിനുള്ള അവസരം എന്ന് പറയുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയാണ് ലഭിക്കുന്നത്. ഇപ്രകാരം വിശുദ്ധ കുർബാനയിലൂടെ മിശിഹായെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ സ്വീകരിച്ച് പ്രഘോഷിക്കുന്നവർക്കുള്ളതാണ് സ്വർഗാരോപണം എന്നുകൂടി മറിയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാലാമതായിട്ട്
നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കന്യകാമറിയം സ്ലീഹന്മാരാകുന്ന അടിത്തറമേൽ സഭയെ പടുത്തുയർത്തുവാനായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. ഇപ്രകാരം സ്ലീഹന്മാരാകുന്ന അടിത്തറമേൽ സഭയെ പടുത്തുയർത്തുവാൻ പരിശ്രമിക്കുന്നവർക്കുള്ളതാണ് സ്വർഗാരോപണം എന്നുകൂടി പരിശുദ്ധ കന്യകാമറിയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാള് നമ്മളിലോട്ട് കൈമാറ്റം ചെയ്യുന്ന ഒരു വലിയ ആത്മീയതയുണ്ട്. ദൈവം നമുക്ക് ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്മാനമാണ് സ്വർഗാരോപണം എന്ന് പറയുന്നത്. അത് സ്വന്തമാക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആത്മീയത ജീവിതത്തിൽ പകർത്തിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വർഗാരോപണ തിരുനാളിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആത്മീയത നമുക്ക് ജീവിതത്തിൽ പകർത്താം. അപ്രകാരം നമുക്കും സ്വർഗത്തിലോട്ട് യാത്ര ചെയ്യാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.